എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസിന് വളപ്രയോഗമായിട്ടാണ്. ഒരുപാട് വീഡിയോസ് നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. ഒരുപാട് മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഈ മുട്ടുകൾ ഉണ്ടാവുന്ന പൂക്കൾ നല്ല ഹെൽത്തി ആയിട്ട് വരാനൊക്കെ വേണ്ടിയിട്ടുള്ള വളപ്രയോഗമാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന പഴത്തോടിൻ്റെ നേന്ത്രപ്പഴത്തിൻ്റെ തോട് ഉപയോഗിച്ചിട്ടുള്ളൊരു വളപ്രയോഗമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മളെ വീട്ടിൽ കിട്ടിയിട്ടുള്ള നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന വീടാണെങ്കിൽ പ്രത്യേകിച്ച് എന്തായാലും പഴത്തൊലി എന്തായാലും കാണും. അപ്പോൾ അത് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെടികളിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് എടുത്ത് കളക്ട് ചെയ്തതും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ റോസാ ചെടിയെന്നില്ല, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഏത് തരം പൂക്കൾ ഉണ്ടാകുന്ന ചെടികളായാലും നമ്മളെ പച്ചക്കറികൾ വീട്ടിലൊക്കെ നടുന്നവരാണ്. ചീര, അതുപോലെ തന്നെ പയർ, മുളക്, എല്ലാത്തിനും നമുക്ക് ഒഴിച്ചു കൊടുക്കാനാണ്. ഇതുപോലെ നമ്മളെ ഗാർഡനിൽ നിറച്ച് പൂക്കൾ വിരിയുന്നത് ഇങ്ങനത്തെ വളപ്രയോഗത്തിന് ശേഷമാണ്. വീട്ടിൽ തന്നെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് അധികം പണച്ചെലവില്ലാതെ നമ്മളെ വീട്ടിൽ തന്നെ നല്ലോണം പൂക്കൾ ഉണ്ടായി കിട്ടാൻ നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ഒരു പഴത്തോട് ജ്യൂസ് അടിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തോടാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നേന്ത്രപ്പഴത്തിൻ്റെ തോടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരുപാടാവുന്ന നേരത്ത് മിക്സിയിലിട്ട് അടിച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് വെള്ളമൊഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഈ പഴത്തോടിലൊക്കെ പൊട്ടാസ്യം നന്നായിട്ട് ഉണ്ടാവും. അപ്പോൾ അത് ചെടികൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ അതുപോലെ ചെറിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്തിട്ട് ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഈ ഒരു പരിവാകുന്ന സമയത്ത് നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് റോസാ ചെടികളുടെ മൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റോസാ ചെടികൾക്ക് പെട്ടെന്ന് പൂവിടാനും നല്ല ഒരു വളം കൂടിയാണ്. നമ്മളെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു വളം കൂടിയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നേർപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ചെടിയുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മളിപ്പോൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഏകദേശം ഒരു ദിവസം നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. ഇത് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഒരു ദിവസം ആയതാണ്. ഇതിൽ നമുക്ക് നന്നായിട്ട് വെള്ളമോ കഞ്ഞിവെള്ളമോ ഒഴിച്ച് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യാം. കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ബാക്കി വെള്ളം ഒഴിക്കുക. എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുത്താൽ ചെടികൾക്ക് നല്ലതാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു മഗ്ഗൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു 10 ഇരട്ടിയോളം വെള്ളം ഡൈല്യൂട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം അത് അത്യാവശ്യം വീര്യം കൂടിയിട്ടുള്ളൊരു വളപ്രയോഗമാണ്. പഴത്തോടിൽ നല്ല റിച്ചായിട്ട് പൊട്ടാസ്യം അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മളിത് ഡൈല്യൂട്ട് ചെയ്താതെ ചെടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് വാടി പോകാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ട് 10 ഇരട്ടിയോളം വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് നല്ലോണം നേർപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ചെടിയുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു മഗ്ഗിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഒരു ബക്കറ്റോളം വെള്ളം എടുത്ത് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു മഗ്ഗോളം വെള്ളം എടുത്തിട്ടുണ്ട്, ഈ ഒരു വളം എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു പഴയൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം ഈ ബക്കറ്റ് നിറയുന്നോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കഞ്ഞിവെള്ളവും കൂടി വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം മിക്സ് ചെയ്യുന്നുണ്ട്. കഞ്ഞിവെള്ളവും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് പുളിപ്പിച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. ബാക്കി നമുക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നല്ലോണം നേർപ്പിച്ച് നമ്മൾ ചെടിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ റോസാ ചെടികൾക്ക് തന്നെയാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും പുതുതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഉള്ളതൊക്കെ നല്ലോണം പൂമുട്ടുകൾ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മളെ മുട്ടുകളൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്നതായിരിക്കും. ഓരോ പ്രാവശ്യവും നമ്മൾ ചെടി പൂവുണ്ടായി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഉണ്ടാകുന്ന പുതിയ തണ്ടെന്ന് ഇതുപോലെ മുട്ടായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഇത് ഒരു തെച്ചിക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മുളക് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പയറുണ്ട്, നമുക്ക് കോവക്ക ഉണ്ട്. അങ്ങനെ എല്ലാത്തിലും നമ്മൾ ഇത്തിരിയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വളപ്രയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗാർഡനിൽ നിറച്ച് പൂക്കളുണ്ടാവും. പച്ചക്കറി ചെടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കായ്കളൊക്കെ കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു.
അപ്പോൾ ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, വീട്ടിൽ പഴത്തോടൊക്കെ കിട്ടുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പം പുതിയ വീഡിയോയും വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.